മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ജൂലൈ 14 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ജൂലൈ 16 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ജൂലൈ 17 രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂലൈ 18 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തിമഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് ഇളനാടിൽ നിന്നും നിഷാദാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. നിഷാദിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു സൗഖ്യമാണ്. അതായത് തൻ്റെ ഫാമിലിയിൽ തൻ്റെ അച്ഛനും ഉണ്ടായിരുന്ന പ്രശ്നമാണ്. ഡിസ്ക് വളഞ്ഞിട്ടായിരുന്നത്. അച്ഛനും അതേപോലെ തന്നെയായിരുന്നു. എന്നാൽ 2021 ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് തൻ്റെ ഡിസ്ക് നിവരുവാനിടയായി തീർന്നു. നിഷാദ് പറയുന്നത് അതേ തുടർന്ന് തൻ്റെ ഹൈറ്റ് മാറുവാനിടയായി. ഹൈറ്റ് ഒന്നും കൂടെ ഹൈറ്റിലേക്ക് വന്നു. തല കട്ടിലയിൽ മുട്ടുന്ന വിധത്തിലേക്ക് തനിക്ക് ഹൈറ്റ് വരുവാനിടയായി. വളഞ്ഞ് ഡിസ്കിനെ നേരെയാക്കിയ അത്ഭുത സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സാക്ഷ്യത്തിലേക്ക് പോകാം. എൻ്റെ ഡിസ്ക് എൻ്റെ അച്ഛനെ പോലെ പാരമ്പര്യമായിട്ടുള്ള വളവായിരുന്നു. അച്ഛനൊന്ന് വരാമോ? അച്ഛൻ ഈ സൈഡ് വളഞ്ഞായിരിക്കുന്നു, ഈ ഡിസ്ക് വളഞ്ഞായിരിക്കുന്നു. ഓക്കെ, ശരി. ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അതിപ്പോ ഇങ്ങനെയായി, നിവർന്നു. ശരിക്കും ആരുടെ? എൻ്റെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാ പറയുന്നത്. ഓക്കെ, വളവുള്ളതുകൊണ്ട് എനിക്ക് പൊക്കക്കുറവുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇരുന്നു, ഇപ്പൊ ഇങ്ങനെ കറക്റ്റായി സ്റ്റഡി ആയി. ഇപ്പൊ റൂമിക്ക് കിടക്കുമ്പോ കട്ടിലപ്പടി തല കൊണ്ട് ഇടിക്കും. ജന്മന അങ്ങനെയായിരുന്നു. ആ, ഞാൻ ജന്മന അങ്ങനെയായിരുന്നു. അച്ഛനും അങ്ങനെയുണ്ട്, തനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സായി. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചുണയായ ഒരു കയ്യടി കൊടുക്കാൻ കർത്താവിന്. ഞങ്ങൾ വല്ല കാശും തന്നിട്ട് പറയുവാണോ? ബ്രദറിന്റെ പേര് നിഷാദ് എന്നാണ്. ബ്രദർ വരുന്നത് എളനാട് നിന്നാണ്. ഈ ബ്രദർ പറയുന്ന സാക്ഷ്യം ബ്രദറിന്റെ ഡിസ്ക് വളഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നതെന്നാണ്. ഡിസ്ക് വളഞ്ഞാണ് ഇരുന്നത്. ഓക്കെ, അട്ടയില് വളഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. നിഷാദ് തന്നെ പറയണം എന്താണ് കാര്യം. എൻ്റെ ഡിസ്ക് എൻ്റെ അച്ഛനെ പോലെ പാരമ്പര്യമായിട്ടുള്ള വളവായിരുന്നു. അച്ഛനും ഡിസ്ക് വളഞ്ഞായിരിക്കും. അച്ഛനൊന്ന് എഴുന്നേറ്റ് നോക്കും. അച്ഛൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ ഇവിടെ ഉണ്ട്. എവിടെയാ അച്ഛൻ്റെ വളവുള്ളത്? ഏത് ഭാഗത്താണ്? ഇടുപ്പ് വളഞ്ഞിട്ടേ ഇരിക്കുന്നത്. അച്ഛനൊന്ന് വരാമോ? അച്ഛനൊന്ന് വരാമോ? അച്ഛൻ അത് കേൾക്കേണ്ട കാര്യമാണല്ലോ, ഭയങ്കര കാര്യമാണ്. വെറുതെ എന്തെങ്കിലും പറയാണോ? സത്യമാണോ? എവിടെയാ അച്ഛൻ്റെ ഡിസ്ക് വളഞ്ഞിരിക്കുന്നത്? എവിടെ, ഏത് ഭാഗത്താണ്? ഷർട്ട് ഊരിയാലേ മനസ്സിലാവത്തല്ല. അപ്പച്ചൊന്ന് കാണിക്കാവോ അപ്പച്ച എവിടെയാണ്? ഈ സൈഡ് വളഞ്ഞായിരിക്കുന്നത്, ഈ ഡിസ്ക് വളഞ്ഞായിരിക്കുന്നു. ഓക്കെ, ശരി. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതായത്
നട്ടലിന്റെ ഒരു ഭാഗത്തേക്ക് ഒരു ചെരിവുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതിപ്പോ ഇങ്ങനെയായി, നിവർന്നു ശരിക്കും. ആരുടെ? എൻ്റെ അച്ഛയുടെ അല്ല, എൻ്റെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിവർത്തി തന്നു. തന്റെ അച്ഛന്റെ ഡിസ്കും ചെരിഞ്ഞായിരിക്കുന്നേ, തനിക്കും ജന്മനാൽ ആ ഡിസ്ക് ചെരിഞ്ഞ ഇരുന്നിരുന്നേ. അങ്ങനെ എന്നാൽ ഇന്ന് തന്റെ ഡിസ്ക് നേരെ ആയിരിക്കുന്നേ. ഭയങ്കര കാര്യമാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ എൻ്റെ റൂമിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ കട്ടിലപ്പടി ഒന്നും മുട്ടില്ലായിരുന്നു. ഇപ്പൊ റൂമിലേക്ക് കിടക്കുമ്പോൾ കട്ടിലപ്പടി എൻ്റെ തല കൊണ്ട് ഇടിക്കും. ഇപ്പോൾ ഇവൻ പറയുന്നതിനകത്ത് ജെനുവിനാലിറ്റി നമുക്ക് മനസ്സിലായോ? തന്റെ റൂമിലേക്ക് കയറുമ്പോ കട്ടില തടത്തില്ലായിരുന്നു, കാരണം ആ നട്ടലിന്റെ വളവ് നിമിത്തം എനിക്കൊരു പൊക്കക്കുറവുണ്ടായിരുന്നു. അങ്ങനെയല്ലേ? പൊക്കക്കുറവ് കാരണം വളവുള്ളതുകൊണ്ട് എനിക്ക് പൊക്കക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇരുന്നു, ഇപ്പൊ ഇങ്ങനെ കറക്റ്റായി സ്റ്റഡിയായി. ജന്മന അങ്ങനെയായിരുന്നു. ഞാൻ ജന്മന അങ്ങനെയായിരുന്നു. അച്ഛനും അങ്ങനെയുണ്ട്, തനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 29 വയസ്സായി. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ചുണയായ ഒരു കയ്യടി കൊടുക്കാൻ കർത്താവിനെ. ാണ് നിശാന്ത് 29 വയസ്സ് വരെ. എന്നാ ഈ നട്ടിൽ നിവർന്നത് നിശാന്തിന്റെ? എനിക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എന്നാ നിനക്ക് സൗഖ്യം ഉണ്ടായത്? എന്നാ? 2021. എന്റെ ദൈവമേ, 2 വർഷമായി. 2021 ബ്രദർ ജീസസ് ടൈമിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ബ്രദർക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. ഇത് ചിന്തിക്കാൻ പറ്റുന്നേക്കാൾ വലിയ കാര്യമാ. നിശാന്ത്, നീ പോയിട്ട് പഴയ ഫോട്ടോ എവിടുന്നെങ്കിലും ഒരെണ്ണം ഒപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ നല്ലതാ. കുഞ്ഞായിരിക്കുന്ന, നീ കൊച്ചായിരിക്കുന്ന ഫോട്ടോ ആയാലും മതി, പാൻറ് ഇടാത്ത പരുവത്തിലായാലും മതിയുടെ കൊണ്ടുപോകും. അതുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണില്ലടാ, അത് എടുത്തോണ്ട് പോവാ. കാരണം അപ്പോഴറിയാലോ ഇത് നമ്മൾ വളഞ്ഞായിരിക്കുന്നതെന്ന്. കർത്താവ് നിശാന്തിന് ഒരു ഫോട്ടോ തേടി പിടിക്കാൻ കൃപ കൊടുത്ത. ശരി നിശാന്ത്, സന്തോഷമായിട്ട്. എങ്കിലും കർത്താവ് ചെയ്തു എന്ന് പറയുന്നൊരു വലിയ കാര്യം. അദ്ദേഹത്തിന് അച്ഛനും നട്ടിൽ വളഞ്ഞായിരിക്കുന്നത്. അദ്ദേഹത്തിന് അമ്മ ഇവിടെ ഉണ്ടോ? അമ്മ ഇവിടെ ഉണ്ടോ? അമ്മയും വന്നേ, ചോദിച്ചേടാ മോനെ, അമ്മയോടും കൂടെ ചോദിച്ചേ. അമ്മ, ഈ മോൻ പറയുന്നത് ശരിയാണോ? നിഷാദ് പറയുന്നത് ശരിയാണോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്തായിരുന്നു. അപ്പോഴാണ് ഇവൻ പറയുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാ പറയുന്നത്. ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഓർമ്മിക്കുന്നുണ്ടോ? എന്നെ ആരോ തൊട്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വെറുതെ പറയണ്ട, അത് എനിക്ക് തോന്നിയതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആള് നിന്ന് സന്തോഷിക്കായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി ആരോ ഒരാൾ നിശാന്ത് തോന്നിയപ്പോ ഒന്ന് വന്നേ. നിശാന്ത് ഒന്ന് വന്നേടാ. അടയാളം പുറത്തിവിടെ ഉണ്ട്, ഒരു കുഴിയുണ്ട്. എടാ, നിനക്ക് തൊട്ടെന്ന് തോന്നി, അവിടെ നിന്നാ മതി, അവിടെ നിന്നാ മതി. ആ തൊട്ടെന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരു കുഴിയുണ്ട്. ഇപ്പോ ഒന്നൊന്നര പരിപാടിയാ കർത്താവ് ചെയ്യുന്നേ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞ് കാണാം, ഒന്ന് കാണിച്ചേടാ. ഓക്കെ, കുഴപ്പമില്ലടാ, വേറെ കുഴി കാണാൻ പറ്റും കേട്ടോ. ഇതെല്ലാം നമുക്ക് തലയ്ക്ക് കയറുന്ന കാര്യമാണോ? കർത്താവ് തൊട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഴിയുണ്ട്. ഇപ്പോ ഇത് നമ്മുടെ രാവിലത്തെ ജീസസ് ടൈമിൽ പ്രാർത്ഥിച്ചതാണ്. തൊട്ടു എന്ന് പറയുന്ന സ്ഥലത്തൊരു കുഴിയുണ്ട്, വളഞ്ഞത് നിവർന്നു പോയി. ഞാൻ ചോദിക്കുന്ന അമ്മേ, അവന്റെ അച്ഛന് ഇതുപോലെ നട്ടലിന് വളവുണ്ട്, ഹിപ്പിന് വളവ്. അവന്റെ അച്ഛനും ഉണ്ട്, അതേ വളവ് ഇവനും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവൻ പറയണ നീളം വെച്ചോന്നാണ് പറയുന്നത്, കട്ടൽ തട്ടുന്ന സത്യമാണോ ഈ പറയുന്നേ? കള്ളമൊന്നുമില്ല. ഞങ്ങൾ വല്ല കാശും തന്നിട്ട് പറയുവാണോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ചേച്ചി, പക്ഷെ വന്ന് സാക്ഷ്യം പറഞ്ഞു നിന്നാണെന്നില്ലേ ഉള്ളൂ. 2 കൊല്ലം മുമ്പ് നമ്മുടെ ജീസസ് ടൈമിൽ നടന്ന കാര്യമാ. നട്ടലിൽ തൊട്ടതിന്റെ കുഴി. ഞാൻ നിങ്ങളെ നോക്കി ഒരു ദൂത് പറയട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ 2024 നമ്മൾ വരാൻ പോവാ. നിങ്ങൾ എഴുതി വെച്ചോണേ, ഈ 24 അത്ഭുതങ്ങൾ വശമായിരിക്കും. നിവരില്ല എന്ന് പറഞ്ഞത് അല്ല എങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ പിന്തുടർന്ന ആ ശത്രുവിൽ നിന്നും കർത്താവ് ഇബ്രാഹിമിനെ സൗഖ്യമാക്കി. ഇതിനെ കാണുന്നവർ അപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടായിരുന്നു, കുടുംബക്കാർക്കുണ്ടായിരുന്നു എന്ന് പറയുന്ന ചില രോഗങ്ങളെ ഇതെൻ്റെ ജീനിലുള്ളതാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായി എന്നിൽ വന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ റിസീവ് ചെയ്യാതെ കർത്താവിൻ്റെ സൗഖ്യത്തെ പ്രസ്താവിച്ചാട്ടെ. ഇത് നിങ്ങളുടെ ദിവസമാണ്, സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. അടുത്തതായിട്ട് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്
വർക്കലയിൽ നിന്നും സുധ എന്ന പേരുള്ള സിസ്റ്ററാണ്. സിസ്റ്റർ പറയുന്നത് തൻ്റെ ശരീരത്തിൽ നീര് വന്നു, അതേപോലെ തന്നെ ജോയിൻസിന് പ്രയാസമായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ തനിക്ക് മനസ്സിലായത് തൻ്റെ ശരീരത്തിൽ തേയ്മാനമാണെന്ന് മനസ്സിലായി. സിസ്റ്റർ പറയുന്നത് വീണു പോകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു, നടക്കുമ്പോൾ വീഴുമെന്ന സ്ഥിതിയിലായിരുന്നു താനായിരുന്നത്. എന്നാൽ ട്രിവാൻഡ്രം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സിസ്റ്ററിനെ സൗഖ്യമാക്കാനിടയായി. ഇന്ന് ആരോഗ്യത്തോടെ ആയിരിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. നടക്കുവാൻ കഴിയാതിരുന്നിടത്ത് കർത്താവ് നടക്കുമാറാക്കിയ കർത്താവിന്റെ വലിയ സ്നേഹത്തെയാണ് ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. നടക്കാൻ പറ്റാതെ വന്നയാള് സിസ്റ്ററിന്റെ പേര് സുധ എന്നാണ്. വർക്കല എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. 1 മാസമായി വലത് കാൽമുട്ടിൽ നീരും വേദനയുമായിരുന്നു. സിസ്റ്റർ ഹോസ്പിറ്റലിൽ പോയി 2 എക്സ്റേ എടുത്തു. 2 പ്രാവശ്യവും ഡോക്ടേഴ്സ് പറഞ്ഞത് മുട്ടിന് തേയ്മാനമാണ്, മെഡിസിൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ വേദനയ്ക്ക് അല്പം പോലും ശമനം ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നടന്നിരുന്നത് കസേര മുന്നിലിട്ട് ആ കസേര നീക്കിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ വീട്ടിൽ നടക്കുന്ന വിധം? വീട്ടിൽ ആരുമില്ല. എന്റെ ദൈവമേ, എന്നിട്ടാണ് ഈ സ്ഥിതി. ഓക്കെ, പറ. എന്നാൽ പോലും വലിയ വേദനയായിരുന്നു. സിസ്റ്റർ പറയുന്നത് പലപ്പോഴും നിലവിളിക്കുമായിരുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ കാല് വെച്ച അവസ്ഥയിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. കഠിനമായ വേദനയായിരുന്നു. എന്നാൽ 2 ആഴ്ച മുൻപ് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. യേശു തൊട്ടു. അപ്പോൾ സിസ്റ്ററിന് വേദന മാറിപ്പോയി. എന്നാൽ വീട്ടിൽ പോയിട്ട് സിസ്റ്ററിന് വീണ്ടും സംശയമുണ്ടായി, ഈ വേദന പൂർണ്ണമായി മാറിപ്പോകുമെന്ന് സംശയമുണ്ടായി. കൂടാതെ കാലിലൊരു പിടുത്തം അനുഭവപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്ന് പ്രാർത്ഥിച്ചു. ആ പിടുത്തം പൂർണ്ണമായി മാറിപ്പോയി. സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് സംശയിച്ച് നിൽക്കുമ്പോൾ ബ്രദർ വിരട്ടി, അപ്പോൾ തന്നെ തന്റെ വേദന പൂർണ്ണമായി മാറിപ്പോയി എന്നാണ്. ഈ ചേച്ചി എന്നെ ഒരു പാഠം പഠിപ്പിച്ച ചേച്ചിയാട്ടോ. ഞാൻ ചേച്ചിയോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ചേച്ചിയോട് നടക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു നടക്കാൻ പാടില്ല. ഞാൻ കാല് മടക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു കാല് മടക്കാൻ എനിക്ക് ഒക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു സിസ്റ്റർ എന്തിനാ പ്രാർത്ഥിക്കാൻ വന്നേ? കാല് മടക്കാൻ വേണ്ടിയാ. കാല് മടക്ക്. അതെനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ഇരിക്കുക ചോദിച്ചു എന്ന് പറഞ്ഞു. ആ വീഡിയോ കാണുന്ന എന്നെ പ്രതീക്ഷ. അതോടെ ചേച്ചി ഇരുന്ന് കേട്ടോ. അതോടെ സൗഖ്യമായി. ഈ അമ്മയുടെ മുട്ടിലേക്ക് ഒന്ന് കൈവച്ചേ. വാ, അമ്മയ്ക്ക് മുടന്തു പോവും. നടക്കാൻ വയ്യ. നടന്നേ കാണട്ടെ. ഇങ്ങനെ പറ്റത്തുള്ളൂ. ഒരു കസേര എടുത്ത് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല, ജോലിയും പോയി. ഇത് കാരണം നിങ്ങളെ കാര്യങ്ങളൊന്ന് ഉയർത്തി ചെയ്യാൻ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവേ, യേശുവിൻ്റെ നാമത്താലുള്ള സൗഖ്യം നിൻ്റെ മകൾക്കുണ്ടാകട്ടെ. അപ്പോൾ കണ്ണട ചെയ്യാമേ. യേശുവിൻ്റെ നാമത്താലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ. അമ്മയ്ക്ക് അമ്മയുടെ ഹാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് വല്ലതും നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷറിന് വ്യത്യാസമുള്ളത് വല്ലതും അറിയാവോ? വരും. അപ്പോഴല്ലേ തല കറങ്ങുന്നേ. പിന്നെ പരിശോധനയ്ക്കൊന്നും പോയിട്ടില്ല. മോളെ, അമ്മയ്ക്ക് നല്ല പ്രഷർ വ്യത്യാസമുണ്ട്. അമ്മ അത് കണക്കാക്കാതെ പോവുക. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സൈഡ് ചിലപ്പോൾ പെരുക്കും, തളർച്ച പോലെ വരും. അങ്ങനെ ഉണ്ട്. പിന്നെ അമ്മ മൈൻഡ് ചെയ്യത്തില്ല. ഞാനൊന്നും കൂടെ പ്രാർത്ഥിക്കുക. നിങ്ങളിവിടെ കാര്യം ഉയർത്തിക്കേ. യേശുവിൻ്റെ നാമത്തിൽ ഈ മുട്ട് സൗഖ്യമാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ മുട്ട് സൗഖ്യമാവട്ടെ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാല് പൊക്കും താഴ്ത്തുകയും ചെയ്തേ. അമ്മ എന്തിനാ അങ്ങോട്ട് വന്നേ? പ്രാർത്ഥിക്കാം. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു. ഇനി ചെയ്തു നോക്കുക വേദനയുണ്ടോന്ന്. അങ്ങനെയല്ല പറഞ്ഞ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്തിനാ? സുഖാവൻ. അപ്പം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാലനക്കാൻ പറഞ്ഞിട്ട് അമ്മ പറ്റത്തില്ലെന്ന് പറയുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഉണ്ടോ? എൻ്റെ അർത്ഥം വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? അമ്മ കാലനയ്ക്ക് നോക്ക്. പൊത്തും താഴ്ത്തും ചെയ്യേ. മടക്ക്. ഇനി എഴുന്നേക്ക്. ആരും സഹായിക്കാൻ വരത്തില്ല. തന്നെ എഴുന്നേക്ക്. ഇനി നടക്ക്. ഇവരിങ്ങനെയാണോ നടന്നേ? നിങ്ങളെന്തൊന്നും മിണ്ടാത്തെ? ഞാനെന്താ ചെയ്തു? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് നടന്നേ. അതുവരെ പോയിട്ട് തിരിച്ചു പോവാം. കാണട്ടെ. ഇത്രേ ഉള്ളൂ. ഇത് തിരിച്ചൊന്ന് നടന്നേ.
ഇതുവരെ ഒന്ന് ഓടിക്ക്, ഞാൻ കാണട്ടെ. ആ, അത്രേ ഉള്ളൂ. തിരിച്ചോടിക്കേ. ആ, ഇതിനാണ് അയ്യോ ആവോ എനിക്ക് വയ്യേ തൊടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നത്. ഒരു നല്ല ആമയും പറഞ്ഞേ. നമ്മുടെ കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. ഈ അമ്മ നടന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നമ്മൾ ഒരു അത്ഭുതം കാണാനാണ് വന്നിട്ടുള്ളതെങ്കിലേ നിങ്ങൾ വിശ്വാസത്തെ പ്രായോഗികമായി കൊണ്ടുവരണം. വിശ്വസിക്കുന്നയാൾ അത് ചെയ്തു നോക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസിക്കുന്നയാൾ അത് അവിടെ വിശ്വാസം പ്രവൃത്തി കൂടാത്തതാണ് എങ്കിൽ അത് ചത്തതാണ്, പ്രയോജനമില്ല. പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് അത് അത്ഭുതമാകുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. താങ്ക് യു വെരി മച്ച്. സന്തോഷമായിട്ട് പോയത്. ഇത് പാലക്കാട് നിന്നും നിഷയാണ് അടുത്ത സാക്ഷ്യം നമ്മളോട് പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് തൻ്റെ ശരീരത്തിൽ മരവിപ്പായിരുന്നു. ചൂടുവെള്ളം ശരീരത്തിൽ വീണാൽ പോലും അറിയാത്ത സ്ഥിതിയിൽ തൻ്റെ കാലുകൾ ആയിരുന്നു. നിൽക്കാൻ കഴിയത്തില്ല, ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത വളരെ ബലഹീനമായ സ്ഥിതിയിൽ, വളരെ ദയനീയാവസ്ഥയിലായിരുന്നു. എന്നാൽ പാലക്കാട് ചർച്ചിൽ വന്നു പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് കർത്താവ് പൂർണ്ണമായി സിസ്റ്ററിനെ സൗഖ്യമാക്കി. ഈ സഹോദരിയുടെ പേര് നിഷ എന്നാണ്. നിഷ എന്നാണ്. പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. പാലക്കാട് നിന്നാണ്. ഈ സഹോദരിക്ക് ഡിസ്കിന് നീർക്കെട്ടുണ്ടായിരുന്നു. വളരെ പ്രയാസമായിരുന്നു. അതുമൂലം ഒരു കാലില് മരവിപ്പൊക്കെ വന്നു. വളരെ പ്രശ്നത്തിൽ വന്ന് ഡോക്ടറൊക്കെ കാണിച്ചു. പക്ഷെ നമ്മുടെ പാലക്കാട് ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് തൊട്ടു, പരിപൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. പാലക്കാട് മീറ്റിങ്ങിന് വന്നപ്പോഴാണ് സൗഖ്യമായത്. മീറ്റിങ്ങിന് വന്നതാണ്. ഞാൻ ആദ്യം വരുന്നതായിരുന്നു. കുഞ്ഞിന് പ്രഗ്നന്റ് ആയ ശേഷം എനിക്ക് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിസ്കിന്റെ പ്രശ്നമായിരുന്നു. കുഞ്ഞിന് പ്രഗ്നന്റ് ആയ ദിവസം മുതൽ തന്നെ കാലിന് ഒന്നും അറിയില്ല. ഇതിൽ എന്ത് തട്ടിയാലോ ചുടുവെള്ളം വീണാലോ എന്ത് സംഭവിച്ചാലും ഒരു വലത്തെ കാലം ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഒന്നും അറിയില്ല. ബ്ലഡ് എന്തെങ്കിലും കുത്തിയിട്ട് ബ്ലഡ് വന്നാൽ മാത്രമേ എനിക്ക് അത് എന്തെങ്കിലും തട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയുള്ളൂ. അറിയില്ല, ഒന്നും അതുപോലെ മരവിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് അതുപോലെ മരവിക്കുന്നത്. രക്തോട്ടം ഇല്ലാതായി പോയത് ഒന്നുമില്ല. കാല് ഭയങ്കര വേദന, നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത. കാല് തട്ടിയ പോലും അറിയില്ല, ചോര വന്നത് കണ്ടാലേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അത് പൂർണ്ണമായിട്ട് പൂർണ്ണ തിളച്ച വെള്ളം കാലിൽ വീണാൽ കൂടെ എനിക്ക് അറിയില്ല. ആ ഒരു അവസ്ഥ മരവിപ്പായിരുന്നു. ഒന്ന് കൈയടിക്കേണ്ട കാര്യമോ കേട്ടോ. തിളച്ച വെള്ളം വീണാൻ പോലും അറിയില്ലായിരുന്നു, അതുപോലെ മരവിപ്പായിരുന്നു. ഇന്ന് അത് മാറിപ്പോയി, ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഒന്ന് ചുണയായിട്ട് കൈയടിക്കേണ്ട കാര്യമാ. കർത്താവിനെ കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി അപ്പാ. അടുത്തതായിട്ട് ഇലവന്തിട്ടയിൽ നിന്നും വിദ്യയാണ് നമ്മളോട് സംസാരിക്കുന്നത്. വിദ്യക്ക് പറയാനുള്ളത് 5 വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ തൻ്റെ ലൈഫിലുണ്ടായിരുന്ന എല്ലാ ഇറഗുലാരിറ്റിയും കർത്താവ് സൗഖ്യമാക്കി. തന്നോട് ആലോചന പറഞ്ഞതുപോലെ തന്നെ കർത്താവ് അത് നിവർത്തിക്കുവാൻ തക്കോണം ശക്തനായിരുന്നു. തനിക്കുണ്ടായ അത്ഭുത സാക്ഷ്യത്തെയാണ് പങ്കുവെക്കുന്നത്. നമുക്കതൊന്ന് കാണാം. ഇലവന്തിട്ടേന്ന് വരുന്നു. ഈ സിസ്റ്ററിന് 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. 5 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. ഇവിടെ നമ്മൾ തിരുവല്ല മീറ്റിങ്ങിന് വന്നപ്പം ബ്രദർ പറഞ്ഞു 10 രൂപ വെച്ച് ഡെയിലി നമ്മൾ കൊടുക്കുന്നവർ എഴുന്നേൽക്കാൻ പറഞ്ഞു. അന്നേരം ഈ സിസ്റ്റർ എഴുന്നേറ്റു. 10-4 ഗോസ്പൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം നമുക്കുണ്ടായിരുന്നു. ഈ സിസ്റ്റർ ബ്രദർ പറഞ്ഞു നിങ്ങളുടെ നെറ്റിയിൽ ഒരു 10 എന്ന് എഴുതി കാണിക്കുന്നു പറഞ്ഞു. അന്നേരം 10 മാസം അല്ലെ 10 വർഷം ഇങ്ങനെ ബ്രദർ പറഞ്ഞു. 10 മാസത്തിന് മുമ്പിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും ബ്രദർ തീർത്തു പറഞ്ഞു. 9 മാസം ആയപ്പോൾ പ്രഗ്നന്റ് ആയി. കൈയടി കൊടുക്കാൻ കർത്താവിനെ. 5 വർഷത്തിന് ശേഷം കർത്താവ് ഒരു കൊച്ചിനെ തന്നു. 5 വർഷം കഴിഞ്ഞപ്പോ അന്ന് ഇവിടെ വന്ന സമയത്ത് 10 കർത്താവിന്റെ ആത്മാ കാണിച്ചു തന്നു. അത് 9 മാസം ആയപ്പോ കർത്താവ് ക്യാരി ചെയ്തു. 10-ാം മാസം ആള് വയറ്റിലായി. ഒന്ന് ചേർന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഒന്നും കൂടെ ചേർന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. ഇന്ന് നിങ്ങളോടും കർത്താവ് ഇടപെടട്ടെ. നിങ്ങളുടെ സ്ഥിതികൾ മാറട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുണ്ടാകാതിരുന്നതിന്റെ കാരണം എന്തായിരുന്നു എന്നറിയോ? പീരീഡ്സ് വരത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് അങ്ങനെ തന്നെ പറഞ്ഞു കാണുന്ന എന്റെ വിശ്വാസം. അങ്ങനെ എന്നോട് പറഞ്ഞു. എങ്ങനെ 3 മാസം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ? അങ്ങനെയായിരുന്നു. 3 മാസം 6 മാസം കൂടുമ്പോഴാണ് വന്നുകൊണ്ടിരുന്നത്. മരുന്ന് കഴിച്ചിട്ടാണോ പീരീഡ്സ് ആവുന്നത്? ചിലപ്പോൾ മരുന്ന് കഴിച്ചിട്ടായിരുന്നു. പക്ഷെ എന്നാൽ സൂപ്പർ നാച്ചുറലി ദൈവം ഒരു കൊച്ചിനെ തന്നു. My God is working God, you know.
കർത്താവ് ഇതിനമാർക്ക് കൊടുത്ത അത്ഭുത വിടുതലിനായി നന്ദി. മീൻ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാകുന്നു. ഹല്ലേലൂയ. കർത്താവെ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരത്തോടായിരിക്കുന്നവർ ഇന്ന് സൗഖ്യമാകണം അപ്പാ. കർത്താവെ, ഇവർക്കുണ്ടായ സാക്ഷ്യം പോലെ 5 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് അവരോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന അവരുടെ ലൈഫിൽ നിറവേറി. അതേപോലെ പല വിധത്തിൽ തടസ്സമെന്ന് പറയുന്നത്, പ്രയാസമെന്ന് പറയുന്ന ആ സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സൗഖ്യം ചലിക്കട്ടെ അപ്പാ. കർത്താവെ, അപ്പാ, സന്താനപുഷ്ടിയുള്ളവരെ വാഴുവാനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവെ, ഇവർ ലൈഫിൽ വാഴട്ടെ അപ്പാ. കർത്താവെ, ദേശത്ത് വാഴട്ടെ അപ്പാ. കുഞ്ഞുങ്ങളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ആമീൻ. അടുത്തതായിട്ട് നമ്മൾ കേൾക്കുന്നത് പാലക്കാട് നിന്നും രാജേഷ് എന്ന പേരുള്ള ബ്രദറാണ്. ബ്രദർ പറയുന്നത് തൻ്റെ ചെറുപ്പം മുതൽ താൻ ഹാൻഡ്സ് ഉപയോഗിക്കുമായിരുന്നു. ഏകദേശം 20 വർഷത്തോളം താൻ അതിന് അടിമയായിരുന്നു. എന്നാൽ തൃശ്ശൂർ മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അദ്ദേഹത്തെ പൂർണ്ണമായി വിടുവിച്ചു. അടിമത്തത്തിൽ നിന്നും പിശാച് തന്നെ കൺട്രോൾ ചെയ്തിരുന്ന ആ സ്ഥിതിയിൽ നിന്നും അന്നൊരു സ്വാതന്ത്ര്യം തൻ്റെ ലൈഫിലുണ്ടായി. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ദൈവം കൊടുത്ത വലിയ മാറ്റത്തിന്റെ സാക്ഷ്യമാണ്. വലിയൊരു മാറ്റത്തിന്റെ സാക്ഷ്യമാണ് ബ്രദറിന് പറയുവാനുള്ളത്. ഈ ബ്രദറിന്റെ പേര് രാജേഷ് എന്നാണ്. പാലക്കാടാണ് സ്വദേശം. ഈ ബ്രദർ പറയുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്. 10ാം ക്ലാസ്സിൽ ആരംഭിച്ച ഹാൻസിന്റെ ഉപയോഗം 36 വയസ്സുണ്ട് ഈ ബ്രദറിന്. ഈ വർഷക്കാലം മുഴുവനും ഹാൻസ് വയ്ക്കുമായിരുന്നു. 20 കൊല്ലം ഹാൻസ് വയ്ക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ നമ്മുടെ തൃശ്ശൂരിൽ പബ്ലിക് മീറ്റിംഗില് ഈ ബ്രദറും കുടുംബമായി കടന്നു വന്നു. കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസത്തെ മീറ്റിംഗിൽ താൻ കടന്നു വന്നു. അന്ന് മുതൽ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ ഹാൻസിന്റെ ഉപയോഗമില്ല. ഇപ്പോൾ യേശുവിന് വേണ്ടി അദ്ദേഹം ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. 20 കൊല്ലം ഹാൻസ് ഉപയോഗിച്ചു, പാൻപരാഗ് ഉപയോഗിച്ചു. 10ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സല്ല 10ാം ക്ലാസ് കഴിഞ്ഞ് പണിക്കിറങ്ങാൻ തുടങ്ങി തൊട്ട് 10ാം ക്ലാസ് കഴിഞ്ഞു മുതൽ പണിക്കിറങ്ങാൻ തുടങ്ങി മുതൽ ഹാൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. അത് നൈറ്റ് ഉറക്കം വരാണ്ടിരിക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇഞ്ചൻ ഗിയർ ബോക്സ് വണ്ടി റണ്ണിങ്ങെല്ലാം ഓടിക്കുമ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ചില സമയത്ത് ആക്സിഡൻറ്റ് വണ്ടിയെല്ലാം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ബ്രേക്ക് ഉണ്ടായില്ല. അപ്പോൾ അത് വെച്ചു പറഞ്ഞാൽ ഒരു മപ്പ് കുറിച്ച് പോലെ ഉണ്ടാവും, ഒരു ധൈര്യം ഉണ്ടാവും. അങ്ങനെ എടുത്തിട്ട് വരികയാണ്. നിങ്ങൾക്ക് വലിയ മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പാലക്കാടാണ്. പാലക്കാടുള്ളവർക്ക് പിടികിട്ടും, ഞങ്ങൾക്കാണ് പാടുള്ളത് മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു മപ്പ് ഉള്ളത് പോലെ ഉണ്ടാവും, ഒരു അടിച്ച ഒരു ഫിറ്റായ ലക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് ധൈര്യം ഉണ്ടാവുമെന്ന് പറയുന്നേ. കർത്താവ് കൊടുത്ത കൃപയ്ക്ക് നന്ദി. ഇപ്പോൾ ഉപയോഗിക്കാൻ നടക്കാം. സൗരങ്ങളെ, ഈ നമ്മുടെ ശരീരത്തിൽ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ വലുതാണ്. പക്ഷേ യേശുവിനെ കൂടാതെ ഒരാൾക്ക് അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. അത് ലിറ്ററലി കർത്താവിൻ്റെ കരമാണ്. ദുശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ കൃപയുണ്ടായേ ഒക്കത്തുള്ളൂ. താങ്ക് യു വെരി മച്ച് ബ്രദർ. ഇന്നലെ ഇടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് വണ്ടി എടുത്തിട്ട് പോയി. ഹാൻഡ്സ് യൂസ് ആക്കിയിട്ടില്ല. അതേപോലെ 2 ഗിയർ ബോക്സ്, 2 ഹൗസിങ്, 2 ഇഞ്ചൻ ഹാൻഡ്സ് യൂസ് ആക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ ഹൗസിങ്ങും ഗിയർ ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തു. അതിന്റെ ഇടയിൽ ഹാൻഡ്സ് വെക്കാതിരിക്കാൻ പറ്റില്ല. കൈയടിച്ച് കർത്താവിന് ഇത് വലിയ അതിശയം പറയണ പോലെ പറയണ. ഗിയർ ബോക്സും എന്തുവാ, വലിയ വണ്ടി മെക്കാനിക് ചെയ്യുന്ന ആളാണ്. ഗിയർ ബോക്സും എന്തൊക്കെ വേറെ. ഇന്നലെ ഹൗസിങ്ങും ഇന്നലെ പണിഞ്ഞു. എന്നിട്ട് ആ ഉറക്കം ഇല്ലാതിരുന്ന സമയത്ത് വെച്ചില്ല. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ശരി. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ജൂലൈ 21 രാവിലെ 8:30 മുതൽ ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ അഞ്ചൽ, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. പണ്ട് കാലങ്ങളിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ്. ഇന്ന് യൗവനക്കാരുടെ ഇടയിൽ ലഹരിയുടെ ഉപയോഗമുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിനടിമയാണ് എങ്കിൽ, അല്ല നമുക്കറിയുന്ന ആരെങ്കിലും അതിനടിമയാണെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ആ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ.
അവരെ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ മന്ദമാക്കുന്ന എല്ലാ ബലങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പരാജയപ്പെട്ട എല്ലാ അവസ്ഥകളിലും വളരെ ധൈര്യത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ ചലിക്കട്ടെ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ആ യുവതലമുറയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ലഹരിയുടെ അടിമത്തത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അനേകരുടെ പ്രാർത്ഥന കർത്താവേ ദേശത്ത് കൃപയെ കൊണ്ടുവരുവാനിടയാകുന്നു കർത്താവേ. അപ്പോൾ ആ യുവതലമുറ രക്ഷയുടെ അനുഭവത്തിലേക്ക് ജീവിക്കുന്ന ഒരു കർത്താവിനെ അനുഭവിക്കുന്ന കർത്താവെ ആ സാന്നിധ്യത്തിലായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരട്ടെ. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ ബലത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ അവിടുത്തെ നിറവുണ്ടാകട്ടെ അപ്പാ, അവിടുത്തെ ബലം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ സാന്നിധ്യം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ മഹത്വം ആ കുടുംബങ്ങളിൽ ചലിക്കട്ടെ അപ്പാ. യേശുവേ അപ്പോൾ ആ ഇരുട്ടിൻ്റെ പിടിയിൽ നിന്നും പൂർണ്ണമായി സൗഖ്യത്തിൻ്റെയും നന്മയുടെയും ദൈവരാജ്യത്തിൻ്റെ അവകാശങ്ങളിലേക്കായി കുടുംബമായി തീരട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ സന്തോഷിക്കാം, നിറവിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.